ഈ അടുത്തിടയ്ക്കാണ് മോഹൻലാലിന്റെ ഒരു ജോഷി ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടന്നത്. ഇതറിഞ്ഞപ്പോൾ ആരാധകർ വലിയ രീതിയിലുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രീതി ലഭിക്കുന്നുണ്ട്. റാംബാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം എത്തിയത്. മോഹൻലാലിന്റേതായി എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണിയറയിൽ. ഈ ചിത്രത്തിന്റെ പല ഷെഡ്യൂളുകൾ നടന്നു കഴിഞ്ഞു. മൂന്നാമത്തെ ഷെഡ്യൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് എത്തുകയും ചെന്നൈയിലാണ് അടുത്ത ഷെഡ്യൂൾ നടക്കാൻ പോകുന്നതും. ഇതൊക്കെ കഴിഞ്ഞാൽ മോഹൻലാൽ സത്യനന്ദിക്കാട് ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം റാംബാൻ എന്ന ചിത്രത്തിലേക്കും എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പല സൂചനകളും റിപ്പോർട്ടുകളും എത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. റാംബാനിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ ഒരു മോഹൻലാൽ കഥാപാത്രവും ആക്ഷൻ ജോണറിലുള്ള ഒരു സിനിമയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഗംഭീര ആക്ഷൻ ചിത്രമാണ് മോഹൻലാലിൽ നിന്നും ജോഷിയിൽ നിന്നും എത്താൻ പോകുന്നത് റാംബാൻ എന്ന ചിത്രത്തിലൂടെ. ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ചെമ്പൻ വിനോദ് ജോസ് ആണ്. ഒരു റോ ആക്ഷൻ സിനിമ മോഹൻലാലിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, റാംബാൻ എന്ന ചിത്രത്തിലൂടെ തന്നെ ചില മികച്ച ടെക്നീഷ്യന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. വിഷ്ണു വിജയ് എന്ന മ്യൂസിക് ഡയറക്ടർ റാംബാൻ എന്ന മോഹൻലാൽ ചിത്രത്തിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. മോസ്റ്റ് പ്രോമിസിംഗ് മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പോൾ മോളിവുഡിൽ വിഷ്ണു വിജയ് എന്ന മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ചെയ്ത പല സിനിമകളും അപ്ലിഫ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തിടെ കണ്ടതുമാണ്. അതിൽ ഏറ്റവും പറയേണ്ടതും പ്രേമലു എന്ന ചിത്രമാണ്. പ്രേമലുവിന്റെ പെർഫെക്റ്റ് വൈബ് കിട്ടാൻ വിഷ്ണു വിജയുടെ മ്യൂസിക് വളരെ വലിയ പ്രാധാന്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ തല്ലുമാല, ഫാലിമി, സുലേഖ മൻസിൽ തുടങ്ങിയ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ മ്യൂസിക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ആ ചിത്രങ്ങളിലെ മ്യൂസിക് ആ ചിത്രത്തിന് എത്രമാത്രം വിജയിക്കാൻ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു എന്നതും കാണാവുന്നതാണ്. ഇതിനൊക്കെ ക്രെഡിറ്റ് പോകേണ്ടത് വിഷ്ണു വിജയ്ക്കും. ആ വിഷ്ണു വിജയാണ് തന്റെ അടുത്ത പ്രോജക്റ്റായി മോഹൻലാൽ ജോഷി ടീം ഒന്നിക്കുന്ന റാംബാനിൽ എത്താൻ പോകുന്നത്. വിഷ്ണു വിജയുടെ ഈ ഒരു വരവിനെ ആശംസിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു. മൂവി അനലിസ്റ്റുകൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് വലിയൊരു ആശംസ അറിയിക്കുകയായിരുന്നു വിഷ്ണു വിജയ്ക്ക്. വിഷ്ണു വിജയാണ് മോഹൻലാലിന്റെ റാംബാൻ എന്ന ചിത്രത്തിന് മ്യൂസിക് ഒരുക്കാൻ പോകുന്നത്. ഈ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അവരൊക്കെ എത്തിയതും. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും ജോഷിയും കൈകോർക്കുന്ന ചിത്രം വരാൻ പോകുന്നത്. അതിന്റെ ഒരു ആകാംക്ഷ നിലനിൽക്കുന്നതുമുണ്ട്. അവസാനമായി ഇവർ ഒന്നിച്ച ഒരു ഗംഭീര ബോക്സ് ഓഫീസ് വിജയമായ ചിത്രം റൺ ബേബി റൺ ആയിരുന്നു. അതും ഏറ്റവും വ്യത്യസ്തമായ ഒരു ചിത്രമായിരുന്നു. വെൽ മെയ്ഡ് ചിത്രവുമായിരുന്നു ജോഷിയിൽ നിന്നും എത്തിയത്. കൂടാതെ ജോഷി വലിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഗംഭീര ഹിറ്റുകൾ ബോക്സ് ഓഫീസിൽ സമ്മാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കാൻ പോകുന്നത്. ചെമ്പൻ വിനോദ് ജോസ് ആണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. കൂടാതെ ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഒരു വലിയ താരനിര കൂടി അണിനിരക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ ടൈറ്റിൽ പോസ്റ്ററും ഒക്കെ ഇറങ്ങിയതും അതിലെ മോഹൻലാലിന്റെ ഒരു ഗെറ്റപ്പും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തു. ഒരു ഫുൾ ഓൺ ആക്ഷൻ ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന റാംബാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്.